വിശ്വാസികളെ, നമ്മൾ ഇന്ന് പരീക്ഷിക്കപ്പെടുന്നവരാണ്. മുസ്ലിം ഉമ്മത്ത് ശത്രുക്കളാൽ, നമ്മളല്ലാത്ത എല്ലാ കക്ഷികളാലും നമ്മൾ വേട്ടയാടപ്പെടുന്നവരാണ്. അതുകൊണ്ട് ആ സന്ദർഭങ്ങളിൽ ആശയപരമായും ആദർശപരമായും എല്ലാ നിലയ്ക്കും നമ്മൾ സംരക്ഷിക്കപ്പെടാൻ നിങ്ങൾ നിന്ന് ഈമാനും സൽക്കർമ്മവും ഉള്ള ആളുകൾക്ക് അല്ലാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ഈമാനും സൽക്കർമ്മവും ഇത് രണ്ടും മുഖ്യമാണ്. വിശ്വാസം കളഞ്ഞു കുളിച്ചവർക്ക് സഹായമില്ല. അള്ളാഹുവിന്റെ വഴിപ്പെട്ട് നന്മകളിലായി ജീവിക്കാത്ത ആളുകൾക്ക് സഹായമില്ല എന്നാണ് പറയുന്നത്. അവർക്കുള്ള സഹായം എന്താണ്? അവർക്ക് മുമ്പുണ്ടായിരുന്നവർക്ക് ഭൂമിയിൽ ആധിപത്യം നൽകിയതുപോലെ, ഖിലാഫത്ത് നൽകിയതുപോലെ അള്ളാഹു നൽകും. മാത്രമല്ല അള്ളാഹു തൃപ്തിപ്പെട്ട് നൽകിയ വിശുദ്ധ ദീനിന് ഒരു സ്വാധീനം ഈ മണ്ണിൽ അള്ളാഹു തആല സ്ഥാപിക്കും. ആ ആളുകളിലൂടെ നിലനിർത്തും. ദീന ഇസ്സത്തുള്ളതാണ്, പക്ഷെ അതിന്റെ ഇസ്സത്ത് വെളിവാക്കുന്നത് ചില ആളുകളിലൂടെ. അത് അല്ലാഹു തആല വെളിവാക്കും ഈ ആളുകളിലൂടെ, ദീൻ നിലനിർത്തുന്നവരിലൂടെ. മാത്രമല്ല മുഖ്യമാണ് നമുക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം അന്ന് നിർഭയത്വം. ശത്രുക്കളെ പേടിക്കാതെ, അവരുടെ കുതന്ത്രങ്ങൾ ഭയക്കാതെ കഴിയാൻ, ഒരു സമാധാനം നാളിൽ ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. അല്ലാഹു തആല പറയുന്നത്, ഭയത്തിനൊടുവിൽ നിങ്ങൾക്ക് നിർഭയത്വം വേണോ? നിങ്ങൾ ഇസ്ലാമിന്റെ ശത്രുക്കളെ, ഫാസിസ്റ്റുകളെ, ജൂതന്മാരെ, സയനിസ്റ്റുകളെ നിങ്ങൾ ഭയപ്പെട്ട് ജീവിക്കുകയാണോ? അതിൽ നിന്ന് അമ്മ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ദീൻ മുറുകെ പിടിക്കണം. അല്ലാഹു തആല കൃത്യമായി നമ്മൾ ഉപദേശിക്കണം. അവരുടെ പ്രത്യേകത എന്നെ മാത്രം ആരാധിക്കണം, എന്നെ ശിർക്ക് ചെയ്യരുത്, പങ്കു ചേർക്കരുത്. എങ്കിൽ ഈ പറഞ്ഞ സഹായം ഉണ്ടാകില്ല. സൂറത്തുൽ നൂർ 55-ാമത്തെ വചനമാണ് ഈ ഓദിഷപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാഗ്ദാനമായിട്ട് വാക്ക് തന്നിരിക്കുന്നു എന്നാണ് അല്ലാഹു തആല പറയുന്നത്. അള്ളാഹുവിന്റെ വാഗ്ദാനം അതലംഘിക്കുകയില്ല. അത് അല്ലാഹു തന്ന വാഗ്ദാനമാണ്. സഹോദരങ്ങളെ, ഇത് നമ്മൾ ശ്രദ്ധിക്കുക. ഇന്ന് സമൂഹം പല വിധത്തിലുള്ള ശിർക്കിൽ മുന്നിട്ടുകൊണ്ടേയിരിക്കുക. അവിശ്വാസികളുടെ, അന്യമതസ്ഥരുടെ ആഘോഷങ്ങളിൽ പങ്കെടുത്ത് ആരാധനകളിൽ ഭാഗമാക്കുകയാണ് നമ്മുടെ സമുദായത്തിൽ പലരും. നോമ്പിൽ പോലും അന്യമതസ്ഥരുടെ ആരാധനകൾ, നിവേദ്യങ്ങൾ അർപ്പിക്കുന്നിടത്ത് പോയി തങ്ങളുടെ വകയായി നിവേദ്യങ്ങൾ അർപ്പിക്കുക, അവരുടെ ആരാധനകളിൽ പങ്കെടുക്കുക. അത്തരം ആളുകൾ ഇസ്ലാമിൽ നിന്ന് തെറിച്ചു പോയിട്ടുണ്ടെന്ന് ആരും സംശയിക്കേണ്ടതില്ല. മുർത്തത്തുകളാണ്, കാഫിറുകളാണ്, ഉദർ നൽകാൻ പറ്റാത്ത കുഫറിൽ ആകപ്പെട്ടിട്ടുണ്ട്. അവരുടെ ജനാസ മുന്നിൽ വന്നാൽ പോലും അവർക്ക് വേണ്ടി നിസ്കരിക്കാൻ ഒരു മുസ്ലിമിന് പാടുള്ളതല്ല.